ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ അവസരത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് എസ്കേലിന്റെ പുസ്തകം 20-ാം അധ്യായത്തില് 26 മുതൽ 49 വരെയുള്ള വചനങ്ങളാണ്. 20-ാം അധ്യായത്തിലെ 2-ാമത്തെ ഭാഗമാണ് ഈ അവസരത്തിൽ നമ്മൾ കേൾക്കുന്നത്. പ്രാർത്ഥനാപൂർവം വചനം കേൾക്കാം. അവരുടെ ആദ്യജാതന്മാരെ ദഹനബലിയായി അർപ്പിക്കാൻ ഇടയാക്കിയത് വഴി ഞാൻ അവരെ അശുദ്ധരാക്കി. അവരെ ഭയപ്പെടുത്തുന്നതിനും അങ്ങനെ ഞാൻ തന്നെയാണ് കർത്താവ് എന്ന് അവർ അറിയുന്നതിനും വേണ്ടിയായിരുന്നു അത്. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ അവിശ്വസ്തമായി പെരുമാറിക്കൊണ്ട് എന്നെ വീണ്ടും നിന്ദിക്കുകയായിരുന്നു. ഞാൻ അവർക്ക് കൊടുക്കാമെന്ന് ശപഥം ചെയ്തിരുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുവന്നപ്പോൾ ഉയർന്ന മലയും തഴച്ച മരവും കണ്ടിടത്തെല്ലാം അവർ ബലിയർപ്പിച്ചു. അവരുടെ ബലി എന്നെ പ്രകോപിപ്പിച്ചു. അവിടെ അവർ സുഗന്ധധൂപമായി ഉയർത്തുകയും പാനീയമായി ബലി ഒഴുക്കുകയും ചെയ്തു. നിങ്ങൾ പോകുന്ന ആ പൂജാഗിരി എന്താണെന്ന് ഞാൻ ചോദിച്ചു. അതുകൊണ്ട് ഇന്നും ആ സ്ഥലം ബാമ എന്ന് വിളിക്കപ്പെടുന്നു. ഇസ്രായേൽ ഭവനത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളെ തന്നെ അശുദ്ധരാക്കുകയും അവരുടെ മ്ലേച്ഛ വസ്തുക്കളുടെ പിന്നാലെ വഴിപിഴച്ച് പോവുകയും ചെയ്യുമോ? നിങ്ങൾ കാഴ്ചകൾ അർപ്പിക്കുമ്പോഴും പുത്രന്മാരെ ദഹന ബലിയായി കൊടുക്കുമ്പോഴും നിങ്ങളുടെ വിഗ്രഹം മൂലം നിങ്ങളെ തന്നെ ഇന്നും അശുദ്ധരാക്കുന്നു. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഉത്തരം ലഭിക്കുമോ? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണേ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയില്ല. ജനതകളെ പോലെയും വിദേശീയ ഗോത്രങ്ങളെ പോലെയും നമുക്ക് കല്ലിനെയും മരത്തെയും ആരാധിക്കാം എന്ന് നിങ്ങളുടെ വിചാരം ഒരിക്കലും നിറവേറുകയില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് ശക്തിയേറിയ കരുത്തോടും നീട്ടിയ ഭുജത്തോടും കോരിച്ചൊരിയുന്ന ക്രോധത്തോടും കൂടെ ഞാൻ നിങ്ങളെ ഭരിക്കും. ശക്തിയേറിയ കരുത്തോടും നീട്ടിയ ഭുജത്തോടും കോരിച്ചെരിയുന്ന ക്രോധത്തോടും കൂടെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരികയും നിങ്ങൾ ചിതറിപ്പാർക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. നിങ്ങളെ ഞാൻ ജനതകളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് മുഖാഭിമുഖം നിങ്ങളെ ഞാൻ വിചാരണ ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിലെ മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ വിചാരണ ചെയ്തതുപോലെ നിങ്ങളെയും വിചാരണ ചെയ്യും. നിങ്ങളെ ഞാൻ വടിക്കീഴിൽ നടത്തുകയും ഉടമ്പടിയുടെ ബന്ധനത്തിന് വിധേയരാക്കുകയും ചെയ്യും. എന്നെ ധിക്കരിക്കുന്നവരെയും എനിക്കെതിരെ അതിക്രമം കാട്ടുന്നവരെയും ഞാൻ നിങ്ങളിൽ നിന്ന് നീക്കും. അവർ ചെന്ന് പാർക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് അവരെ ഞാൻ പുറത്തു കൊണ്ടുവരും. എന്നാൽ അവർ ഇസ്രായേൽ ദേശത്ത് പ്രവേശിക്കുകയില്ല. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. ഇസ്രായേൽ ഭവനമേ, ദൈവമായ കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയില്ലെങ്കിൽ പോയി നിങ്ങളുടെ വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊള്ളുക. എന്നാൽ ഇനിമേൽ നിങ്ങളുടെ കാഴ്ചകളും വിഗ്രഹങ്ങളും വഴി എൻ്റെ വിശുദ്ധനാമം അശുദ്ധമാക്കരുത്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനം മുഴുവൻ ദേശത്തുള്ളവരെല്ലാം എൻ്റെ വിശുദ്ധഗിരിയിൽ ഇസ്രായേലിലെ പർവ്വത ശൃംഗത്തിൽ എന്നെ ആരാധിക്കും. അവിടെ അവരെ ഞാൻ സ്വീകരിക്കും. നിങ്ങളുടെ കാഴ്ചകളും ആദ്യഫലങ്ങളും നേർച്ചകളും അവിടെ ഞാൻ ആവശ്യപ്പെടും. നിങ്ങൾ ചിതറിപ്പാർത്തിരുന്ന ദേശത്തു നിന്ന് നിങ്ങളെ ഞാൻ ഒരുമിച്ച് കൂട്ടുകയും ജനതകളുടെ ഇടയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നിങ്ങളെ സുഗന്ധധൂപം പോലെ ഞാൻ സ്വീകരിക്കും. ജനതകൾ കാണുക നിങ്ങളുടെ ഇടയിൽ
ഞാൻ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ഞാൻ ശപഥം ചെയ്ത ഇസ്രായേൽ ദേശത്തേക്ക് നിങ്ങളെ ആനയിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. നിങ്ങളെ തന്നെ മലിനമാക്കിയ നിങ്ങളുടെ ജീവിത രീതിയും പ്രവൃത്തികളും അപ്പോൾ നിങ്ങൾ അനുസ്മരിക്കും. നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള തിന്മകളോർത്ത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, നിങ്ങളുടെ തെറ്റായ പ്രവർത്തനങ്ങൾക്കും ദുഷിച്ച മാർഗങ്ങൾക്കും അനുസൃതമായിട്ടല്ല എന്റെ നാമത്തെ പ്രതി ഞാൻ നിങ്ങളോട് പെരുമാറുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ദക്ഷിണ ദിക്കിലേക്ക് മുഖം തിരിച്ച് അതിനെതിരെ പ്രഘോഷിക്കുക. നെഗേബിലെ വനങ്ങൾക്കെതിരെ പ്രവചിക്കുക. നെഗേബിലെ വനത്തോട് പറയുക, കർത്താവിന്റെ വചനം ശ്രവിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നിൽ തീ കൊളുത്തും. അത് നിന്നിലുള്ള പച്ചയും ഉണങ്ങിയതുമായ എല്ലാ വൃക്ഷങ്ങളും ദഹിപ്പിക്കും. തെക്കു മുതൽ വടക്ക് വരെയുള്ള എല്ലാവരും അതിൽ കരിയും. കർത്താവായ ഞാനാണ് ഇത് കൊളുത്തിയതെന്ന് എല്ലാ മർത്യരും അറിയും. അത് അണയുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അവൻ കടങ്കഥക്കാരനല്ലേ എന്ന് അവർ എന്നെ കുറിച്ച് പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇസ്രായേൽ ജനതയെ ഫറവോന്റെ അടിമത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവർ മന്ന നൽകിയതും പാറ പിളർന്ന് വെള്ളം കൊടുത്തതുമെല്ലാം മറന്നിട്ട് മരങ്ങളെയും കല്ലുകളെയും എല്ലാം ആരാധിക്കാനും സ്തുതിക്കാനും പോയല്ലോ. എന്നിട്ടും അവരുടെ പുറകെ നടന്ന് ദൈവമേ, അങ്ങ് അവരെ തിരിച്ച് കാനാൻ നാട്ടിലേക്ക് കൊണ്ടുവരുന്നല്ലോ. തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് കൊണ്ടുവരുന്നല്ലോ. ദൈവമേ, അങ്ങയുടെ കരുണ എത്രയോ വലുതാണ്. അങ്ങയുടെ കരുണയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കരുണ ലഭിക്കാത്തവർക്ക് കരുണ കൊടുക്കണമേ. തെറ്റ് ചെയ്യാതെ ജയിലിൽ കിടക്കുന്ന മക്കൾക്ക് ഒരു മോചനം നൽകണമേ. ആരോപിക്കപ്പെടുന്ന തെറ്റുകളെ പ്രതി അവർ പീഡിതരാകുന്നല്ലോ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, വചനം കൊടുക്കുന്നവരാകാം, ദൈവത്തിൽ ആശ്രയിക്കാം. ഇസ്രായേൽ ജനതയെ ഫറവോന്റെ അടിമത്തിൽ നിന്ന് രക്ഷിച്ച കർത്താവ് നമ്മളെല്ലാവരെയും രക്ഷിക്കും. ദൈവത്തിന്റെ സമാധാനം എല്ലാവർക്കും നേരുന്നു. ദൈവമേ നന്ദി.